ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന ചാപ്റ്ററിലെ 4ാമത്തെ ഭാഗമാണ്. അതായത് ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പോളിനോമിയലിനെ തന്നാൽ അതിനെ രണ്ട് ഒന്നാകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പഠിച്ചു. പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആക്കി എഴുതാൻ പഠിച്ചു. അതേപോലെ തിരിച്ചു മൾട്ടിപ്ലൈ ചെയ്ത് പോളിനോമിയൽ ഉണ്ടാക്കാൻ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു. അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. x² + 5x + 6 = x + 3 × x + 2. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് തന്നിരുന്നത്. അതിനെ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആക്കി എഴുതി. രണ്ടാകൃതി ബഹുപദത്തെ രണ്ട് ഒന്നാകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതി. അപ്പോൾ ഇവിടുത്തെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഗുണനഫലമായിട്ട് എഴുതുമ്പോൾ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? അതായത് ഇപ്പോൾ 6 എന്നുള്ള നമ്പർ 6നെ 1 × 6 എന്നും 2 × 3 എന്നും എഴുതാം. അപ്പോൾ ഇവിടുത്തെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 6 ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങളാണ് 1, 2, 3, 6. അപ്പൊ ഇവിടെ നോക്കിക്കേ, 1 × 6 ഗുണനഫലമായിട്ടാണ് എഴുതുന്നത്. അപ്പൊ ഇതും ഗുണനഫലമാണല്ലോ, x + 3 × x + 2. അപ്പൊ ഇവിടുത്തെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? ഘടകങ്ങൾ ആരൊക്കെയാണ്? x + 3ഉം x + 2ഉം. മനസ്സിലായോ? അപ്പൊ ഘടകങ്ങൾ കിട്ടിയല്ലോ. ഇനി നമുക്ക് x² + 5x + 6 = 0 ഈ ഇക്വേഷനിൽ, ഈ സമവാക്യത്തിൽ ഇതിൻ്റെ പരിഹാരങ്ങൾ അഥവാ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഘടകങ്ങളാക്കി തിരിക്കും. അതായത് x + 3 × x + 2 = 0 എന്ന് എഴുതും. =0 വരണമെങ്കിൽ ഇത് ഗുണനഫലവുമാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു ഫാക്ടർ 0 ആകണം, അല്ലെ? ഏതെങ്കിലും ഒരു ഫാക്ടർ 0 ആകുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ x + 3 0 ആകണം, അല്ലെങ്കിൽ x + 2 0 ആകണം. എന്നാലല്ലേ ഗുണനഫലം 0 ആകത്തുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0 ആകണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആണ്. അപ്പോൾ x + 3 0 ആകുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഈ +3 അപ്പുറത്ത് പോകുമ്പോൾ -3 ആവും. ഇവിടെയോ എക്സിൻ്റെ വാല്യൂ ഈ +2 അപ്പുറത്ത് പോകുമ്പോൾ -2 ആവും. അപ്പോൾ -3ഉം -2ഉം ആണ് ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻസ്. അപ്പോൾ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ ഏതൊക്കെയാണ്? സൊല്യൂഷൻസ് -3ഉം -2ഉം. ക്ലിയർ ആയ? പരിഹാരങ്ങൾ -3ഉം -2ഉം. ഇതുപോലെ ഏത് ഇക്വേഷൻ തന്നാലും നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് അതിനെ ഘടകങ്ങളാക്കുക. ആ ഘടകങ്ങളാക്കിയതിൽ ഓരോന്നിനും 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എക്സിന്റെ വില കിട്ടും. അതാണ് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ. നമുക്ക് വേർഡ് പ്രോബ്ലംസ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 3 meter ലോങ്ങർ ദാൻ ദ അതർ സൈഡ്. ഇറ്റ്സ് ഏരിയ ഈസ് 270 square meter. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്? അത് ഒരു ചതുരത്തിന്റെ ഒരു വശം മറ്റേ വശത്തിനേക്കാളും 3 മീറ്റർ നീളം കൂടുതലാണ്. അതിന്റെ പരപ്പളവ് 270 സ്ക്വയർ മീറ്റർ എന്നും തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ അതിന്റെ വശങ്ങൾ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു സൈഡിനെ x എന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റേ വശം എത്ര മീറ്റർ ലോങ്ങർ ആണ്? എത്ര മീറ്റർ നീളം കൂടുതലാണ്? 3 മീറ്റർ. അപ്പൊ x + 3 മീറ്റർ ആയില്ലേ? ഇനി ഏരിയ അഥവാ പരപ്പളവ് 270 തന്നിട്ടുണ്ട്. അപ്പൊ ഏരിയ, ഒരു ചതുരത്തിന്റെ, ഒരു റെക്ടാംഗിളിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണുന്ന സമവാക്യം എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. L ഇൻറ്റു B. അപ്പോൾ ഇവിടെ ലെങ്ത് x + 3 × x അല്ലെങ്കിൽ x × x + 3 രണ്ടും സെയിം ആണല്ലോ. ഇനി ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പിന്നെ ഏരിയ എത്രയാണ് തന്നിരിക്കുന്നത്? 270 സ്ക്വയർ മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? x × x x² + x × 3 3x = 270 എന്ന് കിട്ടി. x² + 3x - 270 = 0 എന്ന് എഴുതാം. ഇതൊരു ബഹുപദമാണ്, ഒരു പോളിനോമിയലാണ്. ഇതിനെ ഘടകങ്ങളാക്കണം, ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഈ 270 ഒരു വലിയ നമ്പർ ആണെങ്കിലും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വൺസ് പ്ലേസിൽ 0 ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. ഇപ്പോൾ 270യുടെ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എഴുതി നോക്കുന്നില്ല.
കൂട്ടുമ്പോൾ 3 കിട്ടണം, അത് പോസിറ്റീവ് ആണ്. അപ്പോൾ വലിയ നമ്പർ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന 9 3s are 27 ആണ്. അപ്പോൾ 9 into 30 ഒരു ഫാക്ടറായിട്ട് എടുക്കാം അല്ലേ. പിന്നെ 30 വന്നപ്പോൾ 30യുടെ പകുതി 15 ഒരു ഫാക്ടറായിട്ട് എടുത്തു കഴിഞ്ഞാൽ 15 into ആ 2ന് ഇങ്ങോട്ട് കൊടുക്കുക. 9 2s are 18. 15 into 18 270 ആണ്. പിന്നെ ഇവിടെ നോക്കിക്കേ, 18ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ 3 കിട്ടും. കാരണം ഇവിടെ പ്രോഡക്റ്റ് നെഗറ്റീവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ നെഗറ്റീവ് ആകണം. അപ്പോൾ ഇവിടെ സം ചെയ്യുമ്പോൾ +3 വരണമെങ്കിൽ വലിയ നമ്പർ പോസിറ്റീവ്, ചെറിയ നമ്പർ നെഗറ്റീവ് ഇടണം അല്ലേ. അപ്പോൾ ഈ ഒരു പെയർ ശരിയാവുമല്ലോ. കാരണം -15 + 18 = 3 വരും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -270 വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ആദ്യത്തെ നമ്പർ -15ഉം രണ്ടാമത്തെ നമ്പർ 18ഉം. അപ്പോൾ x - 15 × x + 18 = 0 എന്ന് എഴുതാമല്ലോ. അതായത് ഇതിലേതെങ്കിലും ഒരെണ്ണം 0 ആകണം. x - 15 0 ആകാം, അല്ലെങ്കിൽ x + 18 0 ആകാം. x - 15 0 ആകുകയാണെങ്കിൽ x 15 ആകും. x + 18 0 ആകണമെങ്കിൽ x -18 ആവും. ഈ +18 അപ്പുറത്ത് പോകുമ്പോൾ -18 ആവും. പക്ഷെ x എന്താണ്? x എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിന്റെ ഒരു വശമാണ് അല്ലെ, ഒരു സൈഡാണ്, ഈ ചതുരത്തിന്റെ ഒരു സൈഡാണ്. ആ x ഒരിക്കലും നെഗറ്റീവ് ആകില്ല. അപ്പൊ നമുക്ക് ഈ ഒരു -18 എന്നുള്ളത് എടുക്കാൻ പറ്റത്തില്ല, +15 എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി x 15 ആണെങ്കിൽ x + 3 ആണല്ലോ ലെങ്ത് x + 3 ആകുമ്പോൾ എത്ര വരും? 15 + 3 = 18 വന്നു. ഇനി ബ്രെഡ്ത്ത് എത്രയാണ്? 15. ഇപ്പൊ നീളം 18ഉം വീതി 15ഉമാണ് ഈ ചതുരത്തിന്റെ. മനസ്സിലായല്ലോ. ഇനി ഇതേപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് പേജ് നമ്പർ 202 ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 2 meter ലോങ്ങർ ദാൻ ദ അതർ ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 48 square meter. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ്? അപ്പോൾ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് എക്സിന്റെ കൂടെ 2 meter കൂടുതലാണ്, x + 2 meter ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം? ലെറ്റ് x + 2 be the length and x be the breadth. x + 2 നീളവും x വീതിയുമായിട്ട് എടുക്കുക. ഇനി അതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ കാണാനുള്ള സമവാക്യം, ഏരിയ അഥവാ പരപ്പളവ് കാണാനുള്ള സമവാക്യം നീളം ഗുണം വീതിയാണ്, L × B ആണ്, ലെങ്ത് × ബ്രെഡ്ത്ത്. അപ്പോൾ x × x + 2 എന്ന് എഴുതാം. ഇനി ഏരിയ എത്രാന്ന് തന്നിട്ടുണ്ട്? 48 square meter ആണ് തന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x² + 2x. എക്സിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² പ്ലസ് എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x = 48 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ 48നെ കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഈക്വൽ ടു സൈൻ റൈറ്റ് സൈഡിൽ 0 ആക്കാം. അപ്പൊ x² + 2x - 48 = 0 എന്ന് എഴുതാം. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? 48ന്റെ ഫാക്ടേഴ്സ് കാണുക. 48ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കൂട്ടുമ്പം 2 കിട്ടുകയും വേണം. അപ്പോൾ 6 × 8 48 ആണ്. ഇവിടെ പ്രോഡക്റ്റ് -48 ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആകണം. അപ്പോൾ ഇവിടെ സമ്മ് പോസിറ്റീവ് ആയതുകൊണ്ട് വലിയ നമ്പർ പോസിറ്റീവും ചെറിയ നമ്പർ നെഗറ്റീവും എടുത്തു നോക്കുക. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിക്ക്. -6 + 8 എന്ന് പറയുന്നത് എന്താണ്? 2 ആയി അല്ലെ. 6 8s are 48 ആണ്, -48 ആണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ ഒരെണ്ണം നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. ഇവിടെ നെഗറ്റീവ് ഇട്ട് കൊടുക്കുമ്പോൾ സമ്മ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. സമ്മ് പോസിറ്റീവ് ആണെങ്കിൽ വലിയ നമ്പർ പോസിറ്റീവ് എടുക്കുക, സമ്മ് നെഗറ്റീവ് ആണെങ്കിൽ വലിയ നമ്പർ നെഗറ്റീവ് എടുക്കുക. അപ്പോൾ ആൻസർ പെയർ ഇതാണല്ലോ, -6ഉം 8ഉം. അപ്പോൾ x - 6, ഒന്നാമത്തെ നമ്പർ -6, രണ്ടാമത്തത് x + 8 = 0 എന്ന് എഴുതാമല്ലോ. അപ്പോൾ x - 6 = 0 ഓർ x + 8 = 0. അതായത് എക്സിന് ഇവിടെ -6 ഇപ്പുറത്തേക്ക് വന്നപ്പോൾ 6 ആയി, x + 8 -8 ആയി. അപ്പൊ ഈ -8 നമ്മൾ എടുക്കത്തില്ല. x എന്ന് പറയുന്നത് വീതിയാണ്, ഒരു വശത്തിന്റെ അളവ് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. അപ്പൊ x 6 ആയിട്ട് എടുക്കുക. അപ്പോൾ x എന്ന് പറയുന്നത്
6 ആണെങ്കിൽ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് 6 പ്ലസ് 2 ഈക്വൽ ടു 8. അപ്പോൾ നീളം അഥവാ ലെങ്ത് ഈക്വൽ ടു 8, വീതി അഥവാ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 6. ഇപ്പം രണ്ടും മീറ്ററിലാണ് കിടക്കുന്നത്. ഇവിടെ ഏരിയ സ്ക്വയർ മീറ്ററിലാണ്, അതുകൊണ്ട് ഓരോന്നും മീറ്ററിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 centimeter ലെസ് ദാൻ ട്വൈസ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അപ്പൊ ഇവിടം വരെ എന്താ മനസ്സിലായത്? ഇത് രണ്ടുമാണ് പെർപെൻഡിക്കുലർ സൈഡ്സ്, ലംബമായിട്ടുള്ള വശങ്ങൾ. അതിൽ ഒരു സൈഡ് മറ്റേ സൈഡിന്റെ ഇരട്ടിയേക്കാളും, ട്വൈസ് ദ ലെങ്ത് എന്ന ഇരട്ടിയേക്കാൾ 1 കുറവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിനെ എക്സ് എന്ന് എടുത്താൽ, ഇതിനെ എക്സ് എന്ന് എടുത്താൽ ഇതെന്ന് പറയുന്നത് 2x മൈനസ് 1 ആണ്. ട്വൈസ് എന്ന് പറയുമ്പോൾ 2x മൈനസ് 1, 1 കുറവാണെന്ന്. പിന്നെ ഇതാണല്ലോ ഹൈപ്പോട്ടന്യൂസ്, 90യുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് കർണം. കർണം എന്ന് പറയുന്നത് 1 centimeter മോർ ദാൻ ട്വൈസ് ദിസ് സൈഡ്. ഈ സൈഡിന്റെ ഇരട്ടിയേക്കാൾ 1 കൂടുതലാണ്. ട്വൈസ് എക്സ് പ്ലസ് 1, 1 കൂടുതലാണ്. ഇനി നമുക്കറിയാവുന്ന എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് പൈതഗോറസ് തത്വം അറിയാം. എന്താണ് പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണല്ലോ. അപ്പൊ ഇവിടെ കർണം എന്താണ്? ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 2x പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു ബേസ് എക്സ് ആണ്, എക്സ് സ്ക്വയർ പ്ലസ് ലംബം അഥവാ ഓൾട്ടിറ്റ്യൂഡ് 2x മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്യണം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എ മൈനസ് ബി ഫോമിൽ. ഇപ്പോൾ 2x ആണ് എക്ക് പകരം, അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2x സ്ക്വയർ, അതായത് 4x സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4, എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 2ab, 2 ഇൻറ്റു എ ഇൻറ്റു ബി. ഇപ്പൊ 2 2s are 4, 4x ഇൻറ്റു 1 4x പ്ലസ് ബി സ്ക്വയർ, 1ന്റെ സ്ക്വയർ 1 ഈക്വൽ ടു ഈ എക്സ് സ്ക്വയർ അതേപോലെ എഴുതി, പിന്നെ പ്ലസ് 2x മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇപ്പൊ 2xന്റെ സ്ക്വയർ ആദ്യം എഴുതണം. 2ന്റെ സ്ക്വയർ 4, എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, മൈനസ് ആണ്, ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് 2ab എന്നാണ് അല്ലെ. ഇപ്പൊ 2 ഇൻറ്റു 2x ഇൻറ്റു 1, 2 ഇൻറ്റു 2 4, 4x ഇൻറ്റു 1 4x തന്നെ, മൈനസ് 1ന്റെ സ്ക്വയർ അല്ലെ, പ്ലസ് 1 അല്ലെ. ഇനി ഇവിടെ പ്ലസ് 4x സ്ക്വയറും പ്ലസ് 4x സ്ക്വയറും ക്യാൻസൽ ആവും, പ്ലസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസൽ ആവും. ഇവിടെ പ്ലസ് 4x ആണ്, ഇവിടെ മൈനസ് 4x ആണ്, ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഈ ഈക്വൽ ടു എക്സ് സ്ക്വയർ അതേപോലെ എഴുതി, ഈ മൈനസ് 4x ഉണ്ട് ഇവിടെ, പിന്നെ ഈ പ്ലസ് 4x ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് മൈനസ് 4x ആയി. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, അപ്പോൾ അത് 0 എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ഇപ്പോൾ എക്സ് സ്ക്വയർ അതേപോലെ എഴുതി, മൈനസ് 4x മൈനസ് 4x, അപ്പോൾ എത്ര? -4 രണ്ടും നെഗറ്റീവ് ആണ്, ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ, അപ്പോൾ മൈനസ് 8x ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ. ഇവിടെ രണ്ടിടത്തും എക്സ് കോമൺ ആയതുകൊണ്ട് ആ എക്സിനെ പുറത്തെടുക്കുക. എക്സ് സ്ക്വയറിൽ നിന്ന് ഒരു എക്സ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു എക്സ് ഉണ്ട്, മൈനസ് 8xൽ നിന്ന് എക്സ് പുറത്തെടുത്ത് കഴിയുമ്പം 8 ഈക്വൽ ടു 0. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇത് പ്രോഡക്റ്റ് അല്ല, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 8. അതായത് ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് മൈനസ് 8 ഈക്വൽ ടു 0. അപ്പൊ എക്സ് മൈനസ് 8 0 ആയാൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? 8 എന്ന് വന്നല്ലോ. ഇവിടെ എക്സ് 0 ആവുമോ? 0 ആയിട്ട് ഒരു സൈഡ് വരികയല്ല, അപ്പൊ എക്സ് 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മറ്റേ പെർപെൻഡിക്കുലർ സൈഡ് എന്താണ്? 2x മൈനസ് 1. അപ്പൊ 2 ഇൻറ്റു 8 മൈനസ് 1. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. 2 8s are 16, 16 മൈനസ് 1 ഈക്വൽ ടു 15. ഇനി ഹൈപ്പോട്ടന്യൂസ് കാണേണ്ട, കാരണം 2x പ്ലസ് 1 അല്ലേ. അപ്പൊ 2x പ്ലസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു 8 പ്ലസ് 1. ഇപ്പൊ 2 8s are 16 പ്ലസ് 1 ഈക്വൽ ടു 70. അപ്പൊ 3 സൈഡും കിട്ടിയല്ലോ.
ഒന്നാമത്തെ സൈഡ് 8, രണ്ടാമത്തെ സൈഡ് 15, മൂന്നാമത്തെ സൈഡ് 17. മനസ്സിലായാലോ? ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.